Hello friends, welcome back to our channel Mom's Daily. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെളുത്തുള്ളിയുടെ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ നമുക്ക് വെളുത്തുള്ളി നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു അന്നത്തെ വീഡിയോ. അപ്പോൾ അന്ന് എനിക്ക് കുറേ കമൻസൊക്കെ വന്നു, നിങ്ങൾ സ്റ്റേജ് ആയിട്ടുള്ളത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓർത്തു ഇന്ന് ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിൻ്റെ ഒരു വീഡിയോ കാണിക്കാമെന്ന്. ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം അതിന് മുന്നേ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള വീഡിയോ ഇതുവരെ കാണാത്തവർക്ക് ഒരു ചെറിയ റീക്യാപ്പും കൂടെ കാണാം. വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെടിയുടെ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു വെളുത്തുള്ളിയുടെ അവസ്ഥ ഞാൻ കാണിക്കാം. അപ്പോൾ അതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അടിയിലൊക്കെ കണ്ടോ, വേരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആ മേലോട്ടൊക്കെ ഇതാ മുളച്ച് വരുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് 2 ദിവസത്തെയാണ്. ഈ ഒരു വെളുത്തുള്ളി 2 ദിവസം ഞാൻ 2 കുപ്പിയിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇത് 2 ദിവസത്തെ ആ ഒരു വളർച്ചയാണ് കേട്ടോ. അടിയിലോട്ട് വേരും കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, അടിയിലോട്ട് വേര് ഇറങ്ങുന്നുണ്ട്, ഒപ്പം തന്നെ നമുക്കിതുപോലെ മുളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ ഒരു കുപ്പിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കുപ്പിയിൽ വെച്ചിട്ടുണ്ടായിരുന്നതിന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മളെടുത്തിരുന്ന വെളുത്തുള്ളി വെള്ളത്തിലിരുന്ന് അങ്ങ് കുറച്ചങ്ങ് വീർത്ത് പോയി. അപ്പോൾ ഈ ഒരു വായ്വട്ടം അതിന് മതിയായി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലിനകത്ത് ഒരു നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിക്കുന്ന ഒരു കുപ്പിയാണ്. അപ്പോൾ ആ കുപ്പിക്കകത്താണ് ഞാൻ വെച്ചിട്ട്, ആ ഒരു ബോക്സിനകത്താണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതും വന്നിരിക്കുന്നത്. ഇതാ ഇതിൻ്റെ വേര്, ഇതിപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു പാത്രത്തിൽ വെച്ചതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ചതഞ്ഞു പോയി, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള വെളുത്തുള്ളി ആയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് 2 ദിവസത്തെ ദിവസമാണ് ഈ 2 വെളുത്തുള്ളിക്കും ഞാൻ വെള്ളത്തിലിട്ടതിൻ്റെ പഴക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഈ വെളുത്തുള്ളി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇച്ചിരി അത് മുളച്ചിട്ടുള്ള, പക്ഷെ എല്ലാം വന്നിട്ടുണ്ട്. ഇനി അതേസമയം ഞാനിവിടെ ഇട്ടിരുന്ന വെളുത്തുള്ളി ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മുള മേലോട്ടുള്ള ഒരു മുള വരുന്നത്, അല്ലെങ്കിൽ ഇതിന് ഈ കണ്ടോ ഈ ഒരു പച്ച ഇല പോലത്തെ സംഭവം അത് ഒത്തിരി വലുതായിട്ട് വരും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്കിപ്പോൾ ഇത് ആവശ്യത്തിന് അധികം വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു 3 ദിവസം കൂടെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം, കുറച്ചും കൂടെ ഒന്ന് വലുതാവാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇത് ഒരു ചട്ടിയിലോട്ട് ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ആ ഒരു ചട്ടിയിലോട്ട് ഞാൻ മാറ്റുന്നതെന്ന് കാണിക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലകത്ത് ഞാൻ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഓരോന്നായിട്ട് നടാം കേട്ടോ. അതിനിടയ്ക്ക് പുറകിൽ നിൽക്കുന്നത് എൻ്റെ മോളാണ്. അപ്പം അവൾ ഇടയ്ക്ക് ഫ്രെയിമിൽ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ വെളുത്തുള്ളികളെല്ലാം സെപ്പറേറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അങ്ങനെ ഓരോ അല്ലി വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് മണ്ണിൽ കുഴിച്ചിടാനായിട്ട്. അപ്പോൾ അതാ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 2 ഇഞ്ച് ആഴത്തിൽ നമുക്കൊന്ന് നമ്മുടെ കൈവിരലുകൊണ്ട് ഒന്ന് കുഴി പോലെ ഒന്ന് കുഴിച്ചാൽ മതിയാവും. ആഴത്തിൽ നമുക്കിതൊന്ന് 2 ഇഞ്ചോളം ഒന്ന് കുഴിച്ചിടണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ വെള്ളം ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു 2 ഇഞ്ചോളം ഒന്ന് കുഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ വെച്ച് കൊടുത്ത് നമ്മൾ ആ മണ്ണിട്ടൊന്ന് മൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, പക്ഷെ ഞാൻ ജസ്റ്റ് എന്നോട് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയണം. കാരണം ഇപ്പം ബിഗിനേഴ്സിനൊക്കെ ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആവാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്കറിയാം ഒത്തിരി എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണേന്നൊക്കെ തോന്നും. പക്ഷേ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും കൂടെ ഒന്ന് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഈ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് കുഴിച്ചിട്ടിട്ട് വരാം. പക്ഷേ എല്ലാം കൂടെ കട്ട കുത്തി നിങ്ങൾ വെക്കരുത് കേട്ടോ. നമുക്ക് ഒരു എന്താ പറയുക 2 ഇഞ്ചോളം ഒരു ഗ്യാപ്പെങ്കിലും നമുക്ക് വേണം രണ്ടും, അതായത് നമ്മൾ വെക്കുന്ന ആ 2 വെളുത്തുള്ളികൾ തമ്മിൽ. അപ്പോൾ അതാ ഞാൻ അതുപോലെയൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ട് വരാം.
അപ്പോൾ അതാ ഞാൻ ഒരു ചട്ടിയിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മാക്സിമം വെക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വെക്കണമെന്നൊന്നുമില്ല, നടുക്കിലോ കുത്തേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അങ്ങ് വെച്ചു എന്ന് മാത്രം. അപ്പോൾ എല്ലാം ഇതുപോലെ കുഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ആ മണ്ണൊന്ന് അമർത്തി കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും കുത്തനെ ഒഴിച്ചു കൊടുക്കരുത്, തളിച്ചാൽ മാത്രം മതിയാവും. ചിലപ്പോൾ നമ്മൾ കുത്തി ഒഴിക്കുമ്പോൾ ആ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ബാക്കിയുള്ള വെളുത്തുള്ളിയും കൂടെ ഞാൻ വേറൊരു ചട്ടിയിലാണ് ഇതൊന്ന് നടാൻ പോകുന്നത്. അപ്പോൾ അതാ ഇനി ഇത് പെട്ടെന്ന് തന്നെ വളർന്നോളും. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ സമയമാണ്, നമുക്ക് ഇഷ്ടം പോലെ സമയമാണ് നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തർക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെയുള്ള ഓരോരോ കൃഷികളൊക്കെ നമ്മുടേതായ രീതിയിൽ എന്താ പറയുക ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് കുഴിച്ചിടുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്ന വെളിച്ചം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടിട്ടുള്ള സൂര്യവെളിച്ചം ഒരിക്കലും കൊടുക്കാതിരിക്കുക. അതെല്ലാത്തിനും അങ്ങനെ തന്നെയല്ലേ, ചെടികളൊക്കെ പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സൂര്യപ്രകാശം വേണം, പക്ഷേ അത് നേരിട്ട് ആവരുതെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ ജനലേരെ അടുത്തുള്ള, അതായത് ഒരു ജനലുണ്ട്, അപ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രകാശം മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ദിവസവും ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചട്ടിയിൽ മണ്ണുണ്ടല്ലോ, അതിൻ്റെ മേൽഭാഗം ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ മാത്രം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. അതല്ലാതെ നമ്മളൊരു റുട്ടീൻ പോലെ എല്ലാ ദിവസം വെള്ളമൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വെളുത്തുള്ളി ഞാനത് ആദ്യത്തെ വീഡിയോയിലും പറയാൻ മറന്നുപോയി. വെളുത്തുള്ളി എപ്പോഴും ഇപ്പം നമ്മളിതുപോലെ വെള്ളത്തിൽ ഒരു കുപ്പിയിലൊക്കെ ഇറക്കി വെക്കുമ്പം എപ്പോഴും നല്ല ആരോഗ്യമായിട്ടുള്ള വെളുത്തുള്ളി എടുക്കാൻ നോക്കുക. അതായത് മൂട് ചീഞ്ഞതോ അല്ലെങ്കിൽ അതിൻ്റെ തലഭാഗം ചീഞ്ഞതായിട്ടുള്ള വെളുത്തുള്ളി എടുത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് പിടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന വെളുത്തുള്ളികൾ മാത്രം ഇങ്ങനെ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തക്കാളിയും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള തക്കാളി, അല്ലെങ്കിൽ കാണാനും ചെയ്യാത്തതും അല്ലെങ്കിൽ അതിൻ്റെ നിറം മങ്ങിയതായിട്ടുള്ളതൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു 50% അവിടെ ഓക്കെയാണ്, അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് എടുക്കുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ചട്ടിയിലും ഇതുപോലെ നിറച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് വെയിറ്റ് ചെയ്യാമെന്നുള്ളതുള്ളൂ. അപ്പോൾ അത് ഞാൻ അടുത്ത സ്റ്റേജിൽ കാണിക്കാം, ഇതിൻ്റെ ഇതെങ്ങനെയാണ് വളർന്നു വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നട്ടിരിക്കുന്ന വെളുത്തുള്ളി എന്ന് പറയുന്നത് 2 ദിവസം എന്താ പറയുക 2 ദിവസം വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കൺമുൻപിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി അല്ലെങ്കിൽ എന്താ പറയുക വിളയിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതുപോലെ ഈ ഒരു പുതിനയിലും ഞാൻ ഇതുപോലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുതിനയില ഞാൻ വീട്ടിൽ തന്നെ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഇടയ്ക്ക് ഒത്തിരി വെയിലല്ല, എന്താ പറയുക ഒരു 4 മണി 4:30 സമയത്തൊക്കെ ഞാൻ ഇതുപോലെ പുറത്തൊന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാറുണ്ട് 1 മണിക്കൂർ. അത് ഒത്തിരി വെയിലുള്ളപ്പോൾ വെക്കരുത്, ജസ്റ്റ് ഒരു ഈവനിങ് വെയിൽ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു സമയത്ത് വൈകിട്ടത്തെ വെയിലിൽ ഇത് നന്നായിട്ടൊക്കെ അതുപോലെ തന്നെ രാവിലത്തെ വെയിലൊക്കെ കൊള്ളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഞാനതിന് റിപ്ലൈ തരാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാം, ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.